ഒരു മോഷണ കൊട്ടേഷന്റെ ചുരുളാണ് കൊടുവള്ളി സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട സ്വർണം പൊട്ടിക്കലുമായി ബന്ധപ്പെട്ട് പുറത്താകുന്നത്. കോഴിക്കോട് കൊടുവള്ളി സ്വർണ്ണക്കവർച്ചയിലെ മുഖ്യ ആസൂത്രകൻ രമേശിന്റെ ദൃശ്യങ്ങൾ 24 ലഭിച്ചു. കവർച്ച നടന്ന ദിവസം രമേശ് ബൈജുവിന്റെ കടയ്ക്ക് സമീപം നിൽക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ബൈജുവിനെ കാറിടിച്ച് വീഴ്ത്തി സ്വർണം കവർന്ന കേസിൽ രമേശ് ഉൾപ്പെടെ 5 പേർ കഴിഞ്ഞ ദിവസം അറസ്റ്റിലായതിൽ മുഖ്യ ആസൂത്രകനും കടയുടമയായ രമേശ് തന്നെയായിരുന്നു. ഇയാൾ സ്വർണ്ണ വ്യാപാരിയാണ്, ജ്വല്ലറി ഉടമയാണ്. കൊടുവള്ളിയിലെ സ്വർണ്ണ വ്യാപാരി ബൈജുവിനെ കടയടച്ച് വീട്ടിലേക്ക് വരും വഴി വാഹനമിടിച്ച് 2 കിലോ സ്വർണം കവർന്ന കേസ് മോഷണ കൊട്ടേഷൻ. കൊടുവള്ളിയിൽ തന്നെ ജ്വല്ലറി നടത്തുന്ന പാലക്കാട് സ്വദേശി രമേശാണ് കൊട്ടേഷൻ നൽകിയത്. കടയടച്ച് ജ്വല്ലറിയിലെ സ്വർണവുമായാണ് ബൈജു വീട്ടിലേക്ക് മടങ്ങാറുള്ളതെന്നറിയുന്ന രമേശ് ഒരുക്കിയ ആസൂത്രണമാണ് മോഷണം. കവർച്ച ചെയ്യപ്പെട്ട ബൈജുവും കൊട്ടേഷൻ നൽകിയ രമേശും സുഹൃത്തുക്കളായിരുന്നു. അതുകൊണ്ട് രമേശിന് കാര്യങ്ങൾ എളുപ്പമായി. രമേശിനെ ദിവസങ്ങൾ നിരീക്ഷിച്ച് പോകുന്ന വഴിയും സ്വർണം സൂക്ഷിക്കുന്ന ഇടവുമൊക്കെ മനസ്സിലാക്കി കൃത്യമായി ആസൂത്രണം ചെയ്തായിരുന്നു കവർച്ച. 12 ലക്ഷം രൂപയാണ് രമേശ് കൊട്ടേഷനായി നൽകിയത്. ബുധനാഴ്ച 10 മണിയോടെയായിരുന്നു കവർച്ച. കവർച്ചയ്ക്ക് തൊട്ടുമുമ്പ് ബൈജു കടയടയ്ക്കുന്നതും മറ്റു കാര്യങ്ങളും സൂക്ഷ്മമായി രമേശ് നിരീക്ഷിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. കൃത്യമായി നിരീക്ഷിച്ച ശേഷമാണ് കൊട്ടേഷൻ സംഘത്തിന് വിവരങ്ങൾ കൈമാറിയത്. സംഭവത്തിൽ രമേശ്, കൊട്ടേഷൻ സംഘങ്ങളായ വിപിൻ, ഹരീഷ്, ലതീഷ്, വിമൽ എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. പ്രതികളിൽ നിന്ന് 1.3 കിലോ സ്വർണവും കൊട്ടേഷൻ തുകയായ 12 ലക്ഷം രൂപയും പോലീസ് കണ്ടെടുത്തു. 24 കോഴിക്കോട്.